മിത്രങ്ങൾ ശത്രുക്കളാകുകയും ശത്രുക്കൾ മിത്രങ്ങളാകുകയും ചെയ്യുന്നത് ഇപ്പോൾ പുതിയ ലോകക്രമത്തിൽ ജിയോ പൊളിറ്റിക്സിൽ ഒരു അസാധാരണ സംഭവമില്ല. ഏത് നിമിഷവും അത് സംഭവിക്കാം. അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വലിയ വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് കഴിഞ്ഞ 6 പതിറ്റാണ്ട്, ഏതാണ്ട് 60 വർഷത്തിലേറെ കാലമായി സൗഹൃദത്തിലുണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങൾ പറഞ്ഞു വരുന്നത് ചൈനയും പാകിസ്ഥാനെയും കുറിച്ചാണ്. പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കാൻ സഹായിച്ചത് ചൈനയാണ്. പാകിസ്ഥാൻ ഇപ്പോഴും ആയുധങ്ങൾ നൽകുന്ന ചൈനയാണ്. ആ ചൈനയുമായിട്ട് ഇപ്പോൾ സമാനതകളില്ലാത്ത അവസ്ഥയിലേക്ക് അവർ അകന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. അതിന് അനവധി കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ ചൈനയ്ക്ക് ആദ്യം ഖനനാനുമതി നൽകി. അവർ ഖനനാനുമതി നേടി അതിന്റെ വർക്കുകൾ തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ അമേരിക്കയ്ക്ക് ഖനനാനുമതി നൽകുക മാത്രമല്ല $168 മില്യൺ റയർ മെറ്റൽസ് കയറ്റി അയക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ അതല്ല ഇപ്പോഴത്തെ ഒരു ശത്രുതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. $250 കോടി മുടക്കി ചൈന പാകിസ്ഥാന്റെ ഗദ്ദാർ തുറമുഖം വികസിപ്പിച്ചിരുന്നു. ആ ഗദ്ദാർ തുറമുഖത്തിന് തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ അതിന് 160 കിലോമീറ്റർ അകലെ ഗദ്ദാർ തുറമുഖത്തിന് സമീപം പസ്നി എന്ന് പറയുന്ന ഒരു തുറമുഖം ഇപ്പോൾ പാകിസ്ഥാനും അമേരിക്കയും ചേർന്ന് വികസിപ്പിക്കാൻ ഒരുങ്ങും. ഇതാണ് ചൈനയെ ചൊടിപ്പിക്കുന്ന കാര്യം. കാരണം ഈ ഗദ്ദാർ തുറമുഖം ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. കാരണം അവിടെ ബലൂചിസ്ഥാൻ ഏരിയയാണ്, തീവ്രവാദ ശല്യങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് ഫോറിൻ ഷിപ്പുകളും മറ്റും വരാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ വലിയ രീതിയിൽ പാകിസ്ഥാൻ ചൈനയ്ക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ളപ്പോൾ അതിന്റെ ഇടയിലാണ് ഇപ്പോൾ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് പസ്നി തുറമുഖം വികസിപ്പിക്കാനുള്ള നീക്കം. ഇത് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഈ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഗദ്ദാർ തുറമുഖവും അതിനോട് ചേർന്നുള്ള പ്രദേശവും പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പാകിസ്ഥാന് ഇന്ത്യക്ക് ഒരേ സമയം തന്നെ റഷ്യയും അമേരിക്കയും ഒക്കെയുള്ള രാജ്യങ്ങളുമായിട്ട് ഒരേ സമയം നയതന്ത്ര ബന്ധം പുലർത്തി നല്ല രീതിയിൽ പോകാൻ കഴിയുന്നു. പക്ഷെ അതുപോലത്തെ ഒരു അവസ്ഥയിലല്ല പാകിസ്ഥാൻ. കാരണം ഒരു ഭാഗത്ത് ചൈനയും മറുഭാഗത്ത് അമേരിക്കയും ഒരുമിച്ച് നിർത്തി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. നിലവിൽ ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ അകൽച്ചയിലാണ് അവരുടെ ബന്ധങ്ങൾ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം വരെ ചൈന ഏർപ്പെടുത്തിയിരിക്കുന്നു. ചൈനയ്ക്ക് വലിയ രീതിയിൽ താരിഫ് ട്രംപ് ഏർപ്പെടുത്തി. ഇങ്ങനെ വലിയ രീതിയിൽ അകന്നു നിൽക്കുന്ന ബന്ധം അതിനിടയിൽ കിടന്ന് പെട്ട് പോയത് ഇപ്പോൾ പാകിസ്ഥാനാണെന്ന് പറയാം. പക്ഷെ പാകിസ്ഥാൻ അതിൽ കൂസലൊന്നുമില്ല. അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇതാണ് ഇപ്പോൾ ചൈനയെ ചൊടിപ്പിക്കുന്നത്. കാരണം അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കായാലും മറ്റു പദ്ധതിക്കായാലും ഒക്കെ ചൈന വലിയ രീതിയിൽ മുതൽമുടക്ക് നടത്തിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ പണം ഒന്നും തിരിച്ചടയ്ക്കാതെ അമേരിക്കയ്ക്ക് ബലൂചിസ്ഥാനിൽ ഖനനാനുമതി നൽകുക, ഒപ്പം തന്നെ ഗദ്ദാർ തുറമുഖത്തിന് സമീപം പസ്നി എന്ന് പറയുന്ന ഒരു തുറമുഖം വികസിപ്പിച്ചെടുക്കുക, ഇതൊക്കെ ചൈനയെ സംബന്ധിച്ച് വലിയ നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വേണ്ടി വന്നാൽ ഇത് പിടിച്ചെടുക്കാൻ ചൈനയ്ക്ക് കഴിയും എന്ന ചില ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത്. കാരണം ഈ മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു നീക്കം ചൈന നടത്തും എന്ന് തന്നെയാണ് വിവിധ ചൈനീസ് മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.